ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും വേഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാവിലെ കാലം കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ദൈവ ശബ്ദമായി നമ്മുടെ മേൽ വെളിപ്പെട്ടതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ട്. ഈ രാവിലെ കാലം കർത്താവ് നമ്മളോട് ഇടപെടുവാൻ, കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ഈ പ്രേരണയെ ഉപയോഗിച്ചതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് നന്ദി പറയാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ മക്കളെ എത്ര അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ് കഴിഞ്ഞ നിമിഷങ്ങളിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോയത്. ദൈവദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മളോട് വ്യക്തിപരമായി നമ്മളോട് ഇടപെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ഇന്ന് പകൽ തീരുമാനമെടുത്താട്ട് ഹല്ലേലൂയ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ, ഹല്ലേലൂയ പ്രമാണം മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നഷ്ടങ്ങളുടെ നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിൽ, നിന്നയുടെ നടുവിൽ, ഹല്ലേലൂയ ഈ പരിശോധനകളുടെ നടുവിൽ ഭക്തിയെ മുറുകെ പിടിക്കുവാൻ എത്ര പേർ തയ്യാറാകും? വേര് മാത്രമേ ഉള്ളുവെങ്കിലും കിളിർത്തു തരുന്ന കിളിർപ്പിക്കുന്ന ദൈവവചനവും ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, വചനം നിന്റെ അകത്തും ആത്മാവിനെ നടത്തുന്നുണ്ടെങ്കിൽ ഇന്ന് പകലും ഇതിലെ അത്ഭുതം നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ യേശുവിന്റെ കൂടെയാണ്, ഞാൻ യേശുവിന്റെ കൂടെയാണ്? എത്ര പേർക്ക് ഇന്ന് പകൽ ആരാധിക്കുവാൻ കഴിയും? അവന്റെ ശബ്ദം കേട്ടവർ അടങ്ങിയിരിക്കരുത്. അവന്റെ ശബ്ദം കേട്ടവർ ആത്മാവിൽ നിറയണം. അവന്റെ ശബ്ദം കേട്ടവർ ദൈവത്തെ ആസ്വദിക്കണം. അവന്റെ ശബ്ദം കേട്ടവർ വചനത്തിൽ സന്തോഷിക്കണം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ അവന്റെ കൂടെയാണ്? ഹല്ലേലൂയ. അവൻ എന്റെ കൂടെയാണ്. ഹല്ലേലൂയ. ഭക്തിയെ വിടാതെ മുറുകെ പിടിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഇന്ന് പകൽക്കാലം ഇരിക്കുന്ന ഇടപെടത്തിൽ ഇതിനോട് സന്തോഷിക്കാം. ഒരുപക്ഷെ നീ ഭവനത്തിനകത്തായിരിക്കാതിരിക്കുന്നത്, ഒരുപക്ഷെ നീ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടായിരിക്കാം ഈ പ്രേരണയിലൂടെ നീ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് പകൽക്കാലം എവിടെയായിരിക്കുന്നത് തമ്പുരാന വിഷയമല്ല. നിന്റെ ഹൃദയം ഹല്ലേലൂയ പ്രകാരമായിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു തീരുമാനമെടുക്കുക. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെട്ടാലും, എല്ലാം കഷ്ടങ്ങളിലൂടെ പോയാലും, എല്ലാവരും നിന്നിച്ചാലും ഹല്ലേലൂയ നിന്റെ ദൈവം നിന്നെ കൈവിടുന്നതുമല്ല, മടക്കി തരുന്ന ദൈവമാണ്, തിരിച്ചു കൊണ്ടുവരുന്ന ദൈവമാണ്, നിറയ്ക്കുന്ന ദൈവമാണ്, ഉയർത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയാൻ കഴിയുമോ ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും ഞാൻ യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. ഒരുമിച്ച് പാടാം. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. ഓ പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. കുരിശുകൾ കാണും യേശുവിൻ സ്നേഹം, കാൽവറിയിൽ കാണും ദൈവത്തിൻ സ്നേഹം, ക്രൂശിൽ കാണും യേശുവിൻ സ്നേഹം, കാൽവറിയിൽ കാണും ദൈവത്തിൻ സ്നേഹം. സ്നേഹിക്കുന്നേ 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 എന്നേശുവേ, സ്നേഹിക്കുന്നേ 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 എന്നേശുവേ. ദിനവും ഞാൻ യേശുവിന്റെ കൂടെ, ദിനവും ഞാൻ യേശുവിന്റെ ചാരേ, ദിനവും ഞാൻ യേശുവിന്റെ കൂടെ, ദിനവും ഞാൻ യേശുവിന്റെ ചാരേ. ഒരുമിച്ച് പറയട്ടെ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. എത്ര പേർക്ക് പാടാൻ കഴിയും? പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. നഷ്ടങ്ങളുടെ നടുവിലും, കഷ്ടങ്ങളുടെ നടുവിലും, നിന്നയുടെ നടുവിലും പറയാൻ കഴിയുമോ? പിരിയാൻ കഴിയില്ലെനിക്ക്
പ്രിയനേ എന്നെ സുനാഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സാധാരണ നമ്മൾ ഹല്ലേലൂയ എല്ലാ ശനിയാഴ്ചയും രാവിലെ 9 മുതൽ 10 മണി വരെയും ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്നാൽ അനുഗ്രഹീതമായ ദൈവദാസന്മാർ നമ്മുടെ നടുവിൽ വരുമ്പോൾ ഹല്ലേലൂയ അവർക്ക് സമയം കൊടുത്ത് ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ ജോർജ് അല്ലെങ്കിൽ ജോൺസൺ കാലായി പത്തനാപുരം, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ എന്റെ ഭവനത്തിൽ എന്നോട് കൂടെയുണ്ട്. അടുത്ത 17-ാം തീയതി വരെ, അടുത്ത ഞായറാഴ്ച വരെയും, ഈ ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച വരെയും കർത്താവിന്റെ ദാസൻ എന്നോട് കൂടെയുണ്ട്. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. പ്രളയിലായിരിക്കും നമുക്ക് വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകമാണ്. അപ്പോസ്തല പ്രവർത്തികൾ എന്ന് പറയുന്നത് യേശു കർത്താവ് പരിശുദ്ധാത്മ നിറവിൽ നിന്നുകൊണ്ട് സുവിശേഷങ്ങളിലൂടെ പ്രവർത്തിച്ച ദൈവത്തിന്റെ പ്രവർത്തികള്, അദ്ദേഹത്തിന്റെ ശേഷം അദ്ദേഹം സ്വർഗത്തിൽ കയറിപ്പോയ ശേഷം അദ്ദേഹത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ വ്യാപരിച്ച പരിശുദ്ധ ആത്മാവ് ശിഷ്യന്മാരിലൂടെ അപ്പോസ്തല പ്രവർത്തികളിൽ വ്യാപരിച്ച പ്രവർത്തികളെയാണ് അപ്പോസ്തല പ്രവർത്തികൾ എന്ന് പറയുന്നത്. ആ ചരിത്രമടങ്ങിയ പുസ്തകം 28 അധ്യായങ്ങളിൽ 40 വർഷത്തെ ദൈവസഭയുടെ ചരിത്രമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തല പ്രവർത്തികൾ. പ്രധാനപ്പെട്ട അധ്യായം 2-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദൈവസഭയുടെ ആരംഭം കുറിക്കുന്നത് 2-ാം അധ്യായത്തിലാണ്. കാത്തിരുന്നവരുടെ മേൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നവരെ നിറച്ച് അവർ അന്യഭാഷകൾ സംസാരിച്ച് ആ ശബ്ദത്തിന്റെ അവസാനം ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെട്ട് 3000 പേരോളം കുത്തുകൊണ്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് ആഴമേറിയ മാനസാന്തര അനുഭവത്തിലൂടെ സ്ഥാനപ്പെട്ട് സഭയിൽ കടന്നു വന്ന ആ ദൈവസഭയുടെ ആരംഭ ചരിത്രമാണ് 22-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. എന്നാൽ പ്രധാനപ്പെട്ട വാക്യമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷ്യം വഹിക്കുമെന്നുള്ള ആ വചനത്തെ അടർത്തിയെടുത്ത് 4 ഘട്ടങ്ങളാക്കി മാറ്റി നമ്മൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-ാമത്തെ ഘട്ടം മുഖവര എന്നുള്ളതാണ്. മുഖവര നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് യേശു കർത്താവിന്റെ ഉയർപ്പ് മുതൽ പെന്തക്കോസ്ത് നാൾ വരെയുള്ള ചരിത്രമാണ്. 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായം വരെയുള്ള ചരിത്രമാണ് നമ്മൾ പഠിച്ചത്. 2-ാം അധ്യായം 4 വരെ, 2-ാം അധ്യായം 5 മുതൽ 8-ാം അധ്യായം 3 വരെ 2-ാമത്തെ ഘട്ടം അത് ആദ്യ സഭ അല്ലെങ്കിൽ യെരൂശലേം സഭ എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. യെരൂശലേം സഭ ആ യെരൂശലേമിനെ പിടിച്ചു കുലുക്കിയ സഭയായിരുന്നു, ഇമ്പാക്ട് ചെയ്ത സഭയായിരുന്നു നമ്മൾ പഠിച്ചു. അതിന് കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചിന്തിക്കുന്ന അനുഭവങ്ങൾ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ആ ദേശത്തെ പിടിച്ചു കുലുക്കുന്നവരായി മാറുന്നില്ല, നമ്മുടെ സഭകൾ എന്തുകൊണ്ട് ദേശത്തെ ചലിപ്പിക്കുന്നതായി മാറുന്നില്ല എന്ന് നമ്മൾ സ്വയശോധന ചെയ്ത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യെരൂശലേം സഭ ദേശത്തെ പിടിച്ചു നിർത്തിയത്, ആ അനുഭവത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നെങ്കിൽ നമ്മളെയും ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനോട് ഞാൻ പ്രബോധിപ്പിക്കട്ടെ. 2-ാം അധ്യായം 5-ാം വാക്യം മുതൽ 8-ാം അധ്യായം 3 വരെ യെരൂശലേം സഭയുടെ ആ വിഷയമാണ്. യെരൂശലേം സഭയുടെ 7 പ്രധാനപ്പെട്ട ക്വാളിറ്റികൾ. 1, ഇറ്റ്സ് എ പ്രേയിങ് ആൻഡ് പ്രൈസിംഗ് ചർച്ച്, അത് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവസഭയായിരുന്നു. 2, ഇറ്റ്സ് എ പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ചർച്ച്, അത് പ്രസംഗിക്കുകയും. We're sorry, your call did not go through. Please try your call again. അടയാളങ്ങളിലൂടെയും വചനത്തെ ഉറപ്പിച്ച ദൈവസഭയായിരുന്നു. 4-ാമത് നമ്മൾ പഠിച്ചത് ഇസ് എ പെർസിക്യൂട്ടഡ് ചർച്ച്, ഉപദ്രവങ്ങളിലൂടെ ഉപദ്രവങ്ങളിലൂടെ അത് മുൻപോട്ട് മുന്നേറിയ ദൈവസഭയായിരുന്നു. അത് അടുത്ത് നമ്മൾ 5-ാമത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊവൈഡിംഗ് ചർച്ച്, അത് മറ്റുള്ളവരെ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്ന മറ്റുള്ളവരെ പരിപാലന വരമുള്ള ഒരു സഭയായിരുന്നു എന്നാണ് നമ്മൾ അവസാനമായി പഠിച്ചത്. 5-ാമത്തേത് ഇസ് എ പ്രൊവൈഡിംഗ് ചർച്ച്. ദൈവത്തിലും നമ്മുടെ സഭകൾ മറ്റുള്ളവരെ സഹായിക്കുന്ന സഭകളാണോ, ആവശ്യത്തിൽ ഇരിക്കുന്നവനെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന സഭകളാണോ, അതോ അവർ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഒഴുകഴി പറഞ്ഞ് പ്രാർത്ഥിച്ചു നിർത്തുന്ന സഭകളാണോ? എന്നാൽ ദൈവസഭകളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത് പ്രൊവൈഡിംഗ് ചർച്ച, യെരൂശലേം സഭ അതിൽ ആവശ്യത്തിൽ ഇരിക്കുന്നവരെ സഹായിക്കുന്ന സഭയായിരുന്നു. ഇത് പ്രൊവൈഡിംഗ് ചർച്ച് എന്നാണ്. അത് സകലവും പൊതുവകയെന്ന് എണ്ണുന്ന എല്ലാം പങ്കിടുന്ന ഒരു സഭയായിട്ടാണ് അത് അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിനകത്ത് യെരൂശലേം സഭയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവ് കവിഞ്ഞൊഴുകുമ്പോൾ സഭയിൽ പതിവായി ചെയ്തു വന്ന കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2-ാം അധ്യായം മുതൽ പരിശുദ്ധാത്മാവ് കവിഞ്ഞൊഴുകുകയായിരുന്നു ആ സഭയിൽ. ആത്മാവ് നിറയുന്ന ആ സഭയിൽ അല്ലെങ്കിൽ പതിവായി ചെയ്തു വന്ന കാര്യങ്ങളെ കുറിച്ചാണ് താഴെയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 45-ാം വാക്യത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. 45 വാക്യത്തിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: വിശ്വസിച്ചവർ എല്ലാവരും
എല്ലാവരും ഒരുമിച്ചിരുന്നു. അതിൽ സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട ദിനംബർ ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് എല്ലാവരും ഹൃദയ പരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കേട്ട പരിശുദ്ധാത്മാവ് കവിഞ്ഞൊഴുകിയ സഭയിൽ പതിവായി ഒരു ദിവസം സംഭവിച്ച കാര്യത്തെക്കുറിച്ചല്ല, പതിവായി ചെയ്തു വന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വസിച്ചവരെല്ലാവരും ആരാധിച്ചെന്ന് മാത്രമല്ല, പ്രാർത്ഥിച്ചെന്ന് മാത്രമല്ല, ഒരുമനപ്പെട്ടു എന്ന് മാത്രമല്ല, എല്ലാം പൊതുവകയെന്ന എണ്ണി അല്ലെ വസ്തുക്കൾ വിറ്റ് അവനവൻ ആവശ്യമുള്ളവർ എല്ലാവർക്കും പങ്കിട്ടു. ദൈവവേദന വസ്തുക്കൾ വിൽക്കണമെന്നുള്ളതല്ല ഇവിടെ പറഞ്ഞത്. അല്ലെ ജന്മഭൂമികളെല്ലാം വിറ്റ് എല്ലാം അഭിലാഷന്മാരുടെ മുമ്പിൽ കൊണ്ടുവരണമെന്നല്ല പറഞ്ഞത്. അതൊരു ഡോക്ടറിനായിട്ടല്ല പറയുന്നത്. എന്നാൽ ആ സഭയ്ക്കകത്ത് ഒരു ഒത്തൊരുമയുണ്ടായിരുന്നു. ആവശ്യം അറിഞ്ഞ് സഹായിക്കുന്ന മനോഭാവം അവർക്കുണ്ടായിരുന്നു. പരിപാലന വരം അവർക്കുണ്ടായിരുന്നു. പലപ്പോഴും പരിശുദ്ധാത്മാവ് അത്ഭുതം, അടയാളം, വചനം ഇവ മാത്രം വെളിപ്പെടുത്തി നമ്മുടെ ഇടയിൽ നടക്കുമ്പോൾ ദൈവബദലി അതിനപ്പുറത്ത് ആത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണെന്ന് പലപ്പോഴും ദൈവസഭകൾ മറന്നു പോകുന്നു. പലപ്പോഴും പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളിലേക്ക് നടത്തുന്നു, അടയാളങ്ങൾ കൊണ്ടുവരുന്നു, വചനം വെളിപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കുന്നു, ആരാധനയിൽ ഇറങ്ങി വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിവുള്ളതായിട്ടുള്ളൂ. എന്നാൽ ആദിമസഭയായ യെരൂശലേം സഭയിൽ ആത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെടുത്തിയത് പരിശുദ്ധാത്മാവായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുകി നടക്കുന്ന സഭയിൽ ദിനം പ്രതി ചെയ്തു വന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. തങ്ങളുടെ എല്ലാം പൊതുവകയെന്നെണ്ണി ആവശ്യമുള്ളതുപോലെ അവനവന് പങ്കിട്ട് കൊടുക്കുന്ന ഒരുമനപ്പെടുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിലെ ദൈവരാജ്യം ഭൗതികമാണെന്ന് ഒരു കാലത്ത് ചിന്തിച്ചവർ, നമുക്കറിയാം, യാക്കോബും യോഹന്നാനും മന്ത്രിമാരാകാൻ റെക്കമെൻഡ് ചെയ്തവർ, നേട്ടങ്ങളെ കുറിച്ച് ചിന്തിച്ചവർ, ഞങ്ങൾക്കെന്ത് കിട്ടുമെന്ന് ചിന്തിച്ചവർ, പരിശുദ്ധാത്മാവിന്റെ നിറവ് വ്യാപരിച്ചപ്പോൾ കൂട്ടിവെക്കുക എന്നത് മാറ്റി പങ്കുവെക്കുക, കൊടുക്കുക എന്നതായി പരിശുദ്ധ ദൈവത്തിൽ മനസ്സിലായോ? ഒരു കാലത്ത് യാക്കോബ് യോഹന്നാൻ ചിന്തിച്ചത് അമ്മയെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിച്ചത് ഞങ്ങൾക്ക് അങ്ങ് രാജാവാകുമ്പോൾ എന്റെ മക്കളെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തി ഭരിപ്പിക്കണം, അവർക്ക് കിട്ടണം ചിലത് എന്ന് ചിന്തിച്ച യാക്കോബും യോഹന്നാനും പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചപ്പോൾ എന്ത് കിട്ടണം, ഞങ്ങൾക്ക് എന്ത് കിട്ടും, കൂട്ടിവെക്കുക എന്നുള്ള ചിന്ത മാറ്റിയിട്ട് പങ്കുവെക്കുക, കൊടുക്കുക എന്ന ചിന്തയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മനിറവിൽ നിങ്ങളോടും എന്നോടും ആയിട്ട് ചോദിക്കട്ടെ, ആത്മാവിൽ നടക്കുന്നു എന്ന് നമ്മൾ പറയും, ആത്മാവിൽ ആരാധിക്കുന്നു എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്ന നമുക്കെന്തുകൊണ്ട് പങ്കുവെക്കുവാൻ കഴിയുന്നില്ല, കൊടുക്കുവാൻ കഴിയുന്നില്ല? എന്ത് കിട്ടുമെന്നുള്ള ചിന്തയ്ക്കപ്പുറത്ത് ഇല്ലാത്തവന്റെ ശൂന്യത മാറ്റുവാൻ എന്റെ ദൈവമേ എന്നെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. ദൈവസഭയുടെ മുട്ടുമാറ്റുവാൻ എന്നെ കർത്താവ് ഉപയോഗിക്കണമേ, എന്റെ കരങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകൾ എന്നെ സഹായിക്കണമേ, എന്റെ കുടുംബത്തെ സഹായിക്കണമേ, എന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ, എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരണമേ, എനിക്ക് തരണം, എനിക്ക് തരണം, എനിക്ക് തരണമെന്നുള്ള ചിന്ത മാറി എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തരണമെന്നുള്ള ചിന്തയിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല? പരിശുദ്ധാത്മാവിന്റെ നിറവ് ദൈവബോധം നമ്മുടെ മേൽ ഇല്ലാത്തത് കൊണ്ടാണെന്ന് ആത്മനിറവിൽ തന്നെ ഞാൻ ഈ വചനപ്രകാരം വിളിച്ചു പറയാം. പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ പാട്ടിനെ കരമടിപ്പിച്ച് സ്വതന്ത്രം ചെയ്യിപ്പിച്ച് അന്യഭാഷ പറയിപ്പിച്ച് അവസാനിപ്പിക്കാനല്ല, പങ്കുവെക്കുന്ന പരിപാലന വനത്തിലേക്ക് നമ്മളെ നടത്തുന്നതാണെന്ന് ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ തെളിയിക്കുകയാണ്. പങ്കുവെക്കുക, കൊടുക്കുക, ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ ജനമനസ്സുകളെ രൂപപ്പെടുത്തുവാൻ കഴിയൂ. പരിശുദ്ധാത്മാവും വചനവും കൂടെ ചേരുമ്പോഴാണ് രൂപാന്തരം വരുന്നത്, സ്വഭാവം മാറുന്നത്. സ്വന്തം വസ്തുക്കൾ പോലും, വീട് പോലും നോക്കിയാണ് ദൈവ സ്നേഹത്തിന് വെളിപ്പെടുത്തുവാൻ തയ്യാറായ എത്ര പേരുടെ ചരിത്രം ഇതിനകത്തുണ്ട്. നമുക്കറിയാം, യേശുവിന്റെ കാലത്ത് പോലും യേശു കയറിയ ഭവനം, യേശു ഉണ്ടെന്ന് ശ്രുതി പകർന്ന ഒരു ഭവനത്തെ കുറിച്ച് നമുക്കറിയാം. യേശു ആ ഭവനത്തിൽ ഉണ്ടെന്നുള്ള ശ്രുതി ആ ദേശത്ത് വെളിപ്പെട്ട ഒരു ഭവനം. ദൈവത്തിലെ അതിനകത്ത് തന്നെ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭവനങ്ങൾ യേശുള്ള ഭവനമാണെന്ന് ശ്രുതിയുണ്ടോ? മറ്റുള്ളവർക്ക് യേശു കയറിയ ഭവനമാണെന്നുള്ള അറിവുണ്ടോ? യേശു നമ്മുടെ ഭവനത്തിലുണ്ടെന്ന് നമ്മുടെ ചുറ്റുപാടുകൾക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ടോ? ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ ആരാധന മാത്രമല്ല, നമ്മുടെ പുറത്തുള്ള പ്രവർത്തികളും അതിന് കാരണമായി മാറണം. ഇന്ന് അനേകർ പറയുന്നത് പ്രവർത്തിയൊന്നും വേണ്ട, കൃപ മാത്രം മതി, എല്ലാം കൃപയിലാണെന്ന. എന്നാൽ കൃപ മൂലം രക്ഷിക്കപ്പെട്ട ദൈവങ്ങൾ പ്രവർത്തിയിലൂടെ ഓരോ ദിവസവും അവർ നീതീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം, ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം, തന്നെത്താൻ ഒരുങ്ങിയിരിക്കണമെന്നാണ് വചനം പറയുന്നത്. അപ്പൊ പ്രവർത്തിയിലൂടെയാണ് മറ്റുള്ളവർ യേശുണ്ടെന്ന് അറിയുന്നത്.
അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന വീട്ടിലെ യേശു വന്നിട്ടുണ്ടെന്നുള്ള ശ്രുതി പരന്ന വീടെന്നാണ് കുറിച്ച് ആ ഭവനത്തെ കുറിച്ച് പറയുന്നത്. യേശുള്ള ഭവനം എന്ന ശ്രുതി പരന്ന വീട്. അതെങ്ങനെ അറിയാം? ആ ശ്രുതി പരന്നാൽ ആ ഭവനത്തിലേക്ക് അനേകം ഓടിക്കൂടും, വിടുതലിന് വേണ്ടി ഓടിക്കൂടും, വചന കേൾവിക്ക് വേണ്ടി ഓടിക്കൂടും, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓടിക്കൂടും. ആ ഭവനം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. അതിന്റെ വിഷയം അതല്ല എന്നുള്ളതിനെ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാ. നോക്കിയാട്ടെ, യേശു ഉണ്ടെന്ന് ശ്രുതി കേട്ടപ്പോൾ ആ ഭവനം നിറച്ചാളുകൾ കടന്നു വരികയാ. ആ ഭവനത്തിൽ ദൈവത്തിന്റെ വചനം ഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4 പേര് പക്ഷപാത രോഗിയായ ഒരു മനുഷ്യനെ കട്ടിലൂടെ ചുമന്നുകൊണ്ട് അലറി ആ ഭവനത്തിലേക്ക് വരിക. എന്നാൽ യേശുവിന്റെ അടുക്കിലേക്ക് ഈ ഭവനത്തിനകത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയാത്ത തരത്തിൽ അലറിയ ജനങ്ങൾ തിങ്ങിയിരിക്കുന്നത് മുഖാന്തരം നോക്കിയാൽ ദൈവത്തിന്റെ പൈതൽ ആ വീട്ടുടമസ്ഥനെ കാര്യം അറിയിച്ചപ്പോൾ ആ വീട്ടുടമസ്ഥൻ അലറിയ ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ചു കൊടുക്കുവാൻ തയ്യാറായെങ്കിൽ നോക്കിയാൽ ദൈവത്തിന്റെ പൈതല് നമുക്ക് ഇവിടെയാണ് അല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്വഭാവം മാറുക, രൂപാന്തരപ്പെടുക, വചനവും പരിശുദ്ധാത്മാവും ഒരു മനുഷ്യന്റെ മേൽ ഇടപെടുമ്പോൾ അവന്റെ മനസ്സിനകത്ത് മാറ്റമുണ്ടാകുക, അവന് രൂപാന്തരം വരിക, അവന്റെ സ്വഭാവം മാറുക. ഇന്നലെ വരെ എന്റെ ഭവനം എനിക്ക് മാത്രമുള്ളത്, എന്റെ കുടുംബം എനിക്ക് വേണ്ടി എന്ന് ചിന്തിച്ചെടുത്ത് അല്ലെങ്കിൽ ഇല്ല മറ്റുള്ളവരുടെ വീടുകളിന് വേണ്ടിയാണെന്ന് ചിന്തിപ്പിക്കത്തക്ക തരത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ടെങ്കിൽ അവിടെയാണ് ദൈവത്തിന്റെ പൈതലിൽ പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത്. അത് എനിക്ക് എന്റെ സ്വന്തം, എനിക്ക് വേണ്ടി എന്റെ കുടുംബം, എന്റെ കുഞ്ഞുങ്ങൾ എന്ന ചിന്തക്കകത്ത് കിടന്ന് നീ കറങ്ങുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം കുറവാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നെ നടത്തുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ സ്വാധീനത്തിനകത്താണ് നീ ആയിരിക്കുന്നതെങ്കിൽ ഞാൻ എന്റെ കുടുംബം എന്നുള്ള ചിന്തകൾക്കപ്പുറത്ത് എന്നിലൂടെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്തമണ്ഡലത്തിലേക്ക് നിന്നെ കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായാൽ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഒരുമിച്ച് കൂടിയവർ വിശ്വാസത്തോടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു, നല്ല കാര്യമാണ്. ഒരുമിച്ച് ആരാധിച്ചു, നല്ല കാര്യമാണ്. പക്ഷെ അവിടെ കൊണ്ട് അവർ അവസാനിപ്പിച്ചില്ല. ആവശ്യമുള്ളവന്റെ മുട്ടുമാറ്റത്തക്കവണ്ണം തങ്ങളുടെ വസ്തുവകകൾ വിറ്റ് അല്ലെങ്കിൽ അവരുടെ മുട്ടുതീർത്ത വിനമ്രതയാ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന അത് പരിശുദ്ധാത്മാവിന്റെ ആ കവിഞ്ഞൊടുക്കൽ സഭയിൽ പതിവായി ചെയ്തു കൊണ്ടുവന്ന ആ പ്രവൃത്തിയെ കുറിച്ചാണ് നമ്മളവിടെ വായിച്ചു കേട്ടത്. അപ്പൊ ദൈവം ശ്രദ്ധിക്കണം, വലിയവയിലെ സ്വന്തം വസ്തുക്കളെ പോലും വിറ്റ് ദൈവസ്നേഹം വെളിപ്പെടുത്തുന്ന ആ ഭാഗം നമുക്കറിയാം. ഇനി പ്രഭാഷണത്തിൽ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവിന്റെ കൽപ്പന അത് പരിശുദ്ധാത്മാവ് അത് നിറവിൽ അനുസരിച്ച സഭയാണ് യെരൂശലേം സഭ. ഈ ഭാഗ്യം തന്നെ 2-ാം അധ്യായം 45-ാം വാക്യം വായിച്ചാൽ നമ്മൾ വായിച്ചല്ലോ. ആ ഭാഗം തന്നെ 4-ാം അധ്യായം 32 മുതൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ അത് വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. ശ്രദ്ധിക്കണമെന്ന ഇതില് വിശ്വസിച്ചവർ 2-ാം അധ്യായം 45 മുതൽ നമ്മൾ 47 വായിച്ച വേദഭാഗം ഇച്ചിരി വേണ്ട വിശകലനം ചെയ്തുകൊണ്ട് ലൂക്കോസ് വളരെ വിശദമായിട്ട് അവിടെ 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുകയാണ്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു, തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. ശ്രദ്ധിക്കണമെന്ന് ഇതില് ഇന്ന് എന്റേതെല്ലാം എന്റേതാണെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്റേതെല്ലാം എന്റേതാണ്, അത് ഞാൻ മറ്റാർക്കും കൊടുക്കത്തില്ല. ഈ ചിന്ത ദൈവത്തിന്റെ ആത്മാവിന്റേതല്ല. ഇന്ന് പകൽ മനസ്സിലാക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മ നിറവിലല്ല നിങ്ങളായിരിക്കുന്നത്. ആലലിയ ഇവിടെ പറയുന്നത് നിങ്ങൾ മനസ്സിലായോ? ആലലിയ അവർ ഒരു മനസ്സോടെ ഏക ഹൃദയത്തോടെ ഉള്ളവരായിരുന്നു, തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. ഞാൻ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 32-ാം വാക്യമാണ്. അടുത്ത വാക്ക്, സകലവും അവർക്ക് പൊതുവായിരുന്നു. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. അടുത്തത്, എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ഞെരുക്കമുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ ഒക്കെയും അവ വിറ്റ് വില കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കും. പിന്നെ ഓരോരുവന് അവനവന്റെ ആവശ്യം പോലെ അത് വിഭജിച്ചു കൊടുക്കും. നോക്കൂ ദൈവത്തിന്റെ പൈതലേ, വീട് വിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു ഡോക്ടറിനല്ല.
ഹല്ലേലൂയ. അത് ദൈവം ആത്മാവ് പറയുന്നെങ്കിൽ ചെയ്യുക, എന്റെ വിഷയമല്ല. നിലങ്ങൾ വിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അതെന്റെ വിഷയമല്ല. എന്നാൽ ഒരു കാര്യം ഓർത്തോണം, ഇവിടെ നിലങ്ങളും വീടുകളും വിറ്റു. സ്വയമായി പാർക്കുവാൻ അവർ നിർമ്മിച്ച അവരുടേതെന്ന് പറയുന്ന അവരുടെ വീടുകൾ അവർ വിറ്റിട്ട് അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്തത്? അല്ലെങ്കിൽ മുട്ടുള്ളവന്റെ മുട്ടു തീർത്തു. അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൃപ ലഭിച്ചവർ, കൃപ എല്ലാവർക്കും ലഭിച്ചു, ഞെരുക്കമുള്ളവർ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് പകൽ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്ന് നമ്മളെ ഒന്ന് ശോധന ചെയ്ത്, നമ്മൾ കൂടി വരുന്ന സഭകളെ ശോധന ചെയ്ത്, നമ്മളെ പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് പറഞ്ഞുവിട്ട് അമേരിക്കയിലിട്ട് പറഞ്ഞുവിട്ട് നമ്മുടെ മാതൃസഭകൾ നാട്ടിലുണ്ട്, അവിടെ ഉള്ളവരെ ഒന്ന് നോക്കിയാട്ടെ. ഇന്ന് പകൽ ദൈവവൈതലേ, ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ പിന്നിൽ ആ പാവങ്ങളുടെ പ്രാർത്ഥനയില്ലേ, ആ ദൈവരാഷ്ട്രന്മാരുടെ പ്രാർത്ഥനയില്ലേ? നിന്നെ ജനിപ്പിച്ച, നിന്നെ ഹല്ലേലൂയ രക്ഷയുടെ അനുഭവത്തിലേക്ക് സൺഡേ സ്കൂൾ പഠിപ്പിച്ച് കൃപയിലേക്ക് കൊണ്ടുവന്ന, ഹല്ലേലൂയ നിന്നെ സ്നാനക്കുളത്തിലേക്ക് കൊണ്ടുപോയ, ഹല്ലേലൂയ ആത്മാവിന്റെ നിറവ് പ്രാപിച്ച, നിന്റെ കൂടെ ഇരുന്ന് ആരാധിച്ച, ഹല്ലേലൂയ നിന്നെ ഹല്ലേലൂയ വിവാഹത്തിലേക്ക് അത് പ്രാർത്ഥിച്ചു കൊണ്ടുപോയ, ഹല്ലേലൂയ നിന്നെ പ്രാർത്ഥിച്ച് അമേരിക്കയിലേക്ക് അയച്ച, ഹല്ലേലൂയ ആ ദൈവസഭയിൽ ഇന്ന് മുട്ടുള്ളവരുണ്ടെങ്കിൽ അതിന്റെ കുറ്റം, ഹല്ലേലൂയ അനുഗ്രഹം അനുഭവിക്കുന്ന നീയാണ്, ഞാനാണ്. ദൈവത്തിന്റെ വഴികളെ ആത്മാവിൽ ഇവിടെ ആരാധിച്ച് ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ എല്ലാ പ്രവൃത്തി, അല്ലെങ്കിൽ ആത്മാവിന്റെ പ്രവൃത്തി, അല്ലെങ്കിൽ നിന്നെ പ്രാർത്ഥിച്ചുവിട്ട, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഇതുവരെയും ത്യാഗം അനുഭവിച്ച ആ ദൈവസഭയിൽ ഭാരമുള്ളവരുണ്ടെങ്കിൽ അവരുടെ ഭാരം തീർക്കുന്നതാണ് ദൈവാത്മാവിന്റെ പ്രവൃത്തി. ഇന്ന് പകൽക്കാലം കൃപ നിന്റെ മേൽ വരണമെങ്കിൽ, അല്ലെങ്കിൽ ഞെരുക്കമുള്ളവർ നിന്റെ കൺമുൻപിൽ വെളിപ്പെടരുത്. അത് നിനക്ക് ദൈവം അനുഗ്രഹങ്ങൾ തന്നെങ്കിൽ, എന്നെ ദൈവം അനുഗ്രഹിച്ചു. നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ എങ്ങനെ എന്നെ ദൈവം അനുഗ്രഹിച്ചു, ഒന്നുമില്ലായ്മയിലും ഞാൻ ഇറങ്ങി, അയ്യോ എന്നെ ദൈവം അനുഗ്രഹിച്ചു, എനിക്ക് നല്ല ഭവനം തന്നു. കർത്താവിന്റെ രാവിലെ പറഞ്ഞതുപോലെ നമ്മുടെ സാക്ഷ്യങ്ങളെല്ലാം വീട് കിട്ടി, എനിക്ക് കാറ് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് നല്ല കുഞ്ഞുങ്ങളെ കിട്ടി, അവരുടെ വിവാഹം കഴിഞ്ഞു, എല്ലാം എനിക്ക് കിട്ടിയതിനെ കുറിച്ചാ. എന്നാൽ നിനക്ക് കിട്ടിയത് ആ ദൈവം തന്നതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ആ കൃപ നിനക്ക് നിന്റെ മേൽ വന്നെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിന്റെ കൺമുൻപിൽ വെളിപ്പെടുന്ന, നിന്റെ കേൾവിയിൽ വെളിപ്പെടുന്ന എത്രയോ സമശിഷ്ടങ്ങൾ ഞെരുക്കം അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. ഇന്ന് പകൽക്കാലം ഹൃദയത്തിനകത്തേക്ക് നിന്ന് കയറട്ടെ. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം കൃപ വരണം, കൃപ നിന്റെ അകത്തുണ്ടെങ്കിൽ, ആ ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ ഉണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്റെ മുൻപിൽ വെളിപ്പെടുന്നവരുടെ മുട്ടുമാറ്റുന്ന ഒരു അനുഭവം നിന്റെ മേൽ വെളിപ്പെടും. ആത്മാവാണ് നിന്നെ നടത്തുന്നതെങ്കിൽ അവരെ കണ്ടുകൊണ്ട്, അവരുടെ ക്ഷീണം കണ്ടിട്ട് ആത്മാവിൽ ഞാൻ ആരാധിക്കുന്നു പറഞ്ഞാൽ അത് ദൈവാത്മാവിന്റെ പ്രവർത്തികളല്ല. ദൈവത്തിലെ ഞെരുക്കമുള്ളവരാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് യേശു കർത്താവ് ഒരിക്കൽ ചോദിച്ചത്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും മുട്ടുണ്ടായിരുന്നോ എന്ന് താൻ കൂടെ കൊണ്ട് നടക്കുന്ന ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ അവർ ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നിനും ഒരു മുട്ടുമില്ല. ഇതിൽ യേശു ഉണ്ടോ അവിടെ മുട്ടുണ്ടാകരുത്. അതിന് കാരണം മുട്ട് മാറിയവൻ മുട്ടില്ലാത്തവന്റെ മുട്ടുള്ളവന്റെ മുട്ടെന്ത് ചെയ്യണം? തീർക്കണം. അത് നന്മ ലഭിച്ചവൻ നന്മയില്ലാത്തവന് കൊടുത്ത് നന്മ അത് പങ്കിടണം. അതാ ദൈവത്തിന്റെ പദ്ധതി, അതാ ദൈവത്തിന്റെ പരിപാലന വരമെന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ശോധന ചെയ്യേ. ഹല്ലേലൂയ നമുക്ക് ആ വരമുണ്ടോ? പരിപാലനം, മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള വരം, മറ്റുള്ളവരുടെ ക്ഷീണങ്ങൾ കാണുമ്പോൾ, അവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് ഒഴുക്കം മട്ടിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുന്ന അനുഭവമാണോ? അതോ നിനക്കുണ്ടെങ്കിൽ അവനെ കൊടുത്ത് അവന്റെ മുട്ടു തീർക്കുന്ന അനുഭവമാണോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ മേലുണ്ട്. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരാളുണ്ട്, വളരെ പ്രായം ചെയ്ത ഒരു മനുഷ്യനാണ്. വേദപുസ്തകത്തിനകത്ത് ശിമോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് അവൻ നീതിമാനാണ് എന്നൊരു വാക്ക് പറയുന്നത്. അവൻ നീതിമാനാണ്, സന്തോഷം, നീതിമാനാണ്. അടുത്തത് ഇസ്രായേലിന്റെ രക്ഷകന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനും കാത്തിരിക്കുന്നവനുമാണ്. നോക്കിയാൽ അവൻ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് വാർദ്ധക്യമായി, എനിക്ക് ക്ഷീണങ്ങൾ മാറ്റിത്തരണം, അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ, എന്റെ തലമുറകൾ, എന്റെ കൊച്ചുമക്കൾ, അതൊന്നും അവന്റെ വിഷയമല്ല. അല്ലെങ്കിൽ നീതിമാനായ മനുഷ്യന്റെ പ്രാർത്ഥന, അല്ലെങ്കിൽ ഇസ്രായേലിൽ ഒരു രക്ഷകൻ വെളിപ്പെടണം, അല്ലെങ്കിൽ ഇസ്രായേലിൽ ഒരു രക്ഷകൻ വെളിപ്പെടണം മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അടിമമുഖത്ത് ഞങ്ങളെ വിടുവിക്കുവാൻ, ഞങ്ങളുടെ തലമുറകളെ ദേശത്തെ വിടുവിക്കുവാൻ ഒരു രക്ഷകൻ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന രണ്ടാമത്തെ വിഷയം അതാണ്. ഒന്ന് നീതിമാനാണെങ്കിൽ, രണ്ടാമത് ഇസ്രായേലിന്റെ രക്ഷകന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ, അതിനുവേണ്ടി കാത്തിരിക്കുന്നവൻ. അടുത്ത വാക്യത്ത് പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവും. കാര്യമെന്താ? അവന്റെ പ്രാർത്ഥനാ വിഷയം മാത്രം നോക്കിയാൽ നമുക്കറിയാം അവന്റെ മേലുള്ള ആത്മാവ് ഏതാണെന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിനെ നോക്കിയാൽ നീതിമാനായ മനുഷ്യന്റെ പ്രാർത്ഥന മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് പകൽക്കാലം മനസ്സിലാക്ക്, എങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അന്യഭാഷ പറയുന്നത് കൊണ്ടല്ല. താൻ ഓഫ് ചെയ്താലും കുറെ നേരം കറങ്ങും. ഒരു കാലത്ത് ലഭിച്ചത് ഇപ്പോൾ ഉണ്ടോ എന്ന സംശയമാ. കാര്യമെന്താ? ഇപ്പോഴും കറങ്ങുന്നുണ്ട്. 100 ഭാഷ പറഞ്ഞ് 100 വാക്ക് പറഞ്ഞെടുത്ത് ഇന്ന് 1 വാക്ക് പറയുന്നുണ്ട്. അത് താൻ ഓഫ് ചെയ്താലും കറങ്ങുന്ന കറക്കം പോലെയുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേലും എന്റെ മേലും ഉണ്ടോ എന്ന് എങ്ങനെയറിയാം? എന്റെ വിഷയത്തെക്കാൾ മറ്റു
മറ്റുള്ള വിഷയം എനിക്ക് പ്രാധാന്യമായി തോന്നുന്നുണ്ടെങ്കിൽ അത് നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. എന്റെ വിഷയത്തേക്കാൾ, എന്റെ പ്രശ്നത്തേക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരണമെന്ന് നിന്റെ ഹൃദയത്തിനകത്ത് ആരും പറയാതെ ഒരു ആലോചന വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, അതിന്റെ പിൻപിൽ പരിശുദ്ധാത്മാവാണ്. ആളുകളിയ മുട്ടുള്ളവനെ നീ കാണുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്തൊരു വേദന വന്നിട്ട് അവന്റെ മുട്ട് തീർക്കണമെന്ന് അത് നിന്റെ ഹൃദയത്തിനകത്ത് ആരും പറയുന്നുണ്ടെങ്കിൽ നിന്റെ അകത്തിരിക്കുന്നത് യേശു കർത്താവാണ്. ആളുകളിയ തിരിച്ചറിയുക. അത് 34 വാക്യം വായിക്കുമ്പോൾ ആ ഞെരുക്കമുള്ളവർ ആരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ആളുകളിയ അത് 2-ാം അധ്യായം 45-ാം വാക്യത്തില് ആളുടെ കാര്യം 4-ാം അധ്യായം 32-ാം വാക്യം മുതൽ വിശദീകരിക്കുകയാണ്. അവർ ചെയ്തു പോകുന്ന പതിവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പ്രഭാഷണത്തിൽ മുട്ടുള്ളവരെ കൊടുക്കണമെന്നുള്ള കൽപ്പന അവർ പിൻപറ്റുകയാണ്. ഇതിൽ എന്നാൽ എത്ര കൊടുക്കണമെന്നോ എങ്ങനെ കൊടുക്കണമെന്നോ ഒന്നും ഒരു ഡോക്ടറിനായിട്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ തിരിച്ചറിയണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ് ദൈവപ്രവർത്തി. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസം എന്ന് പറയാതെ വിശ്വാസം പ്രവൃത്തിയിലൂടെ തെളിയിക്കണമെന്ന്. അങ്ങനെ തെളിയിക്കാത്ത വിശ്വാസം ചത്ത വിശ്വാസമാണെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ യാക്കോബ് പറയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം അനേകർ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൽ കൃപയിലൂടെ അങ്ങ് കൃപയുടെ രക്ഷയാണെന്നാണ് പറയുന്നത്. എന്നാൽ കൃപയുടെ രക്ഷ അത് വെളിപ്പെടുത്തേണ്ടത് അതിൽ വിശ്വാസത്തിന്റെ പ്രവർത്തികളിലൂടെയാണ്. എന്നാൽ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വിഷയത്തിൽ വസ്തു വിൽക്കണമെന്നോ വീട് വിൽക്കണമെന്നോ കൊടുക്കണമെന്നോ ഫോഴ്സ് ചെയ്യുന്നില്ല. എന്നാൽ തിരിച്ചറിയണം, ഫെലോഷിപ്പ് എന്ന് പറയുന്നത് അതിലെ ക്രിസ്തീയതയുടെ ഈ പരിപാലന വരം അതിലെ ക്രിസ്തീയതയുടെ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ഭാഗമാണ്. ആരോഗ്യമുള്ള സഭ എന്നത് അതിലെ സ്ട്രോങ് ഫെലോഷിപ്പാണ്. ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹവും ബന്ധവുമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇവിടെ ഒരു മനുഷ്യനെ കുറിച്ച് താഴെ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്ത ഒരു മനുഷ്യനെ കുറിച്ച് 36-ാം വാക്യം 4-ാം അധ്യായം 36-ാം വാക്യത്തിൽ പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേര് വിളിച്ച കുപ്രോസ് ദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇവിടെ കോമണായിട്ട് പറഞ്ഞു, അതിലെല്ലാവരും എല്ലാവരും ഒരു മനസ്സോടെ ഒരുമിച്ച് നിന്നു. എല്ലാവരും എല്ലാം പൊതുവകയും തന്നെ, തനിക്കുള്ളതായിട്ട് ഒന്നും അവർ കണ്ടില്ല. എന്നിട്ട് എല്ലാം പൊതുവകയും നിന്നിയവര് അത് വിറ്റുകൊണ്ടുവന്ന് വസ്തുവും വീടും വിറ്റുകൊണ്ടുവന്ന് അത് അവിടെ വെച്ചു. എല്ലാവരുടെയും ഞെരുക്കം മാറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരാളുടെ പേര് അത് പ്രത്യേകമായിട്ട് പറയുകയാണ്, പ്രബോധനപുത്രൻ അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപടി വിളിച്ച കുപ്രോസ്തീപുകാരനായ ജോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടാക്കുന്ന സ്ഥലം വിറ്റ് പണം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അതൊക്കെയായിട്ട് ആർക്കും മുട്ടില്ല. കാരണം അത് വീതിച്ചു കൊടുക്കുവാൻ ഇവിടെ അപ്പോസ്തലന്മാരുണ്ട്. ഇവിടെ രഹസ്യത്തിലല്ല കൊണ്ടുവന്ന് കൊടുക്കുന്നത് പരസ്യമായിട്ടാ. അപ്പോൾ നമ്മൾ പറയും വലം കൈ കൊടുക്കുന്നു ഇടം കൈ അറിയരുത്. ശരിയായ കൽപ്പന തന്നെയാണ്. ഇവിടെ വിഷയം ഇടകൈ കൊടുത്താൽ വലം കൈ അറിയും. എന്നാൽ അറിയുവാൻ വേണ്ടി കൊടുക്കുന്നവരായിട്ടല്ല. നോ പബ്ലിസിറ്റി. ഇവിടെ പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ല കൊടുക്കുന്നത്. ഇവിടെ മനോഭാവമാണ് വിഷയം. നമ്മൾ പലപ്പോഴും കൊടുക്കുമ്പോൾ അത് 4 പേർ അറിയണമെന്നുള്ള ചിന്തയിൽ കൊടുക്കുന്നു. മനോഭാവം തെറ്റാണ്. എന്നാൽ ഇടങ്കൈ കൊടുക്കുന്നത് വലങ്കൈ അറിയുന്നതാണ് കൽപ്പന. അത് ഇടങ്കൈ കൊടുക്കുമ്പോൾ വലങ്കൈ കാണും, അതേ അറിയും, അത് ശരിയാ. പക്ഷേ അറിയാൻ വേണ്ടി കൊടുക്കുന്ന അനുഭവം ആകരുത്. മനോഭാവം നമ്മൾ തിരിച്ചറിയണം. അപ്പോസ്തലന്മാർ പണം കൈകാര്യം ചെയ്യുന്നതിൽ വിശ്വസ്തരായിരുന്നു. അല്ലെങ്കിൽ അവർ ഈ പണം കൊണ്ട് അവർ സ്വന്തമായി ഒന്നും ഉണ്ടാക്കിയതുമില്ല. അവിടെ ഒരു വിഷയമുണ്ട് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ നമ്മൾ കൊണ്ടു കൊടുക്കാൻ പറ്റുകയില്ല. കാരണം അന്ന് കൊണ്ടുകൊടുക്കുവാൻ പറ്റുമായിരുന്നു. കാരണം ഇത്രയും വസ്തുവകളും വീടുമെല്ലാം വിറ്റ് നല്ലൊരു എമൗണ്ട് അപ്പോസ്തലന്മാരുടെ മുമ്പിൽ കൊണ്ടുകൊടുക്കുമ്പോൾ അത് ഞങ്ങളുടേതാണെന്ന് ചിന്തിച്ച് അത് സ്വന്തമാക്കിയ അപ്പോസ്തലന്മാരുടെ ചരിത്രം പുസ്തകത്തിനകത്തില്ല. അവര് ഈ പണം ഒന്നും സ്വന്തമായി ഉപയോഗിച്ചില്ല. അവർ ഇത് സ്വന്തമാക്കാൻ ഒന്നും ശ്രമിച്ചതുമില്ല. കാരണം ജീവിതത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 20-ാം വാക്യത്തിനകത്ത് നമുക്കറിയാവുന്ന വിഷയമുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്നത് മക്കെദോന്യ സഭ ചെയ്ത പ്രവൃത്തികളെ കുറിച്ചാണ്. യെരുശലേം സഭ മാത്രമല്ല, മക്കെദോന്യ സഭയിൽ 8-ാം അധ്യായം സഹോദരന്മാരെ മക്കെദോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന പൗലോസ് പറയുകയാണ്. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. വലിയ സമ്പന്നന്മാരുടെ സഭയല്ല, അതേ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സഭയാ. കഷ്ടത എന്ന കഠിന ശോധനയിൽ അവരായിരുന്നിട്ടും അപ്പോസ്തലനായ പൗലോസിന് അറിയാം മക്കെദോന്യ സഭയുടെ കാര്യം. കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ അവർ കടന്നുപോയിട്ടും അവർക്കുള്ളത് അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിലുള്ള ധർമ്മവും കൂട്ടായ്മയെ സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ കണ്ടോ ദൈവത്തിലെ പ്രാപ്തി പോലെ ചെയ്തു എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയാട്ടെ, നമ്മൾ പറയുന്നത് എല്ലാം കിട്ടിയിട്ട് കൊടുക്കാമെന്ന എന്ന് പറയുന്നുണ്ട്. ലോട്ടറി അടിച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സഭയിലെ എല്ലാവരും രണ്ടിട്ട് മാറ്റായിരുന്നു.
ഇന്നാ കാലഘട്ടത്തിലേക്ക് വരിക. ദൈവമെന്നെ അനുഗ്രഹിച്ചായിരുന്നെങ്കിൽ അതിൽ മറ്റുള്ളവർക്ക് കൊടുക്കാവുന്ന. എന്നാൽ ഇവിടെ നോക്കിയാട്ട് അപ്പോസ്തലനായ പൗലോസിന് വളരെ വ്യക്തമായിട്ടറിയാം അതിലെ മക്കെദോന്യ സഭയുടെ സാമ്പത്തിക ഭദ്രത, അവിടെ ഉള്ളവരുടെ സാമ്പത്തിക ഭദ്രത. അവിടെ കൊടുത്തിരിക്കുന്ന കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ അവർ പോയിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാനിടയായിത്തീർന്നു. ദൈവം ഇത് ഉള്ളതിൽ നിന്ന് കൊടുക്കുവാനാണ് ദൈവം പഠിപ്പിച്ചത്. ഉള്ളതിൽ നിന്ന് കൊടുക്കുവാൻ അവിടെയാണ് അത്ഭുതം വെളിപ്പെട്ടത്. നമുക്കറിയാം സരത്തൊരു വിധവ, അവളുടെ കയ്യിൽ അലവിയ ഒരപ്പം ഒരപ്പം പൂർത്തീകരിക്കുവാനുള്ള മാർഗങ്ങളില്ല. ആ ഉള്ളത് അവളും അവിടെ മകനും കഴിച്ച് പതിനത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുമ്പോഴും അത് പ്രവാചകന് ദൈവം അയച്ചിട്ട് പ്രവാചകനോട് വെളിപ്പെട്ടതെന്താ? അതിനകത്തുള്ളതിൽ ഒരു ഭാഗം എനിക്കതാ, നിനക്കില്ലല്ലോ. ഞാൻ പ്രാർത്ഥിച്ച് അത് കലത്തിലെ മാവ് വർദ്ധിപ്പിച്ച് ഭരണിയിലെ എണ്ണ വർദ്ധിപ്പിച്ച ശേഷം എനിക്ക് ഉണ്ടാക്കി തരാനല്ല പറഞ്ഞത്. നീ നിറവായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കാനല്ല പറഞ്ഞത്, ദൈവരാശിന് കൊടുക്കാനല്ല, ദൈവമക്കൾ കൊടുക്കാനല്ല പറഞ്ഞത്. നിനക്കുള്ളതിൽ നിന്ന് നീ ദൈവമക്കൾക്ക് കൊടുത്താൽ, ദൈവദാസന്മാർക്ക് കൊടുത്താൽ അവിടെയാണ് അത്ഭുതം വെളിപ്പെടുന്നത്. ദൈവത്തിലെ ഇന്ന് പകൽക്കാലം യെരൂശലേം സഭ ദേശത്തെ പിടിച്ചു നോക്കിയ സഭയായി മാറാനുള്ള കാരണം എന്താ? ഇറ്റ്സ് എ പ്രൊവൈഡിംഗ് ചർച്ച്. പരിപാലന വരമുള്ള സഭയാണ്. ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ആലലിയ 35 വയസ്സുള്ള സഹോദരിമാർ വിവാഹം കഴിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാതെ നിൽക്കുമ്പോൾ ചോർവലിക്കുന്ന ഭവനങ്ങൾ ഏത് സമയത്തും കാറ്റടിച്ചാൽ ഇടിഞ്ഞു വീഴുന്ന ആളുകൾ ഭവനമുള്ളവർ സഭയിൽ നിൽക്കുമ്പോൾ സമ്പത്തുള്ളവർ, പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ളവർ ഇവിടുന്ന് നാട്ടിലോട്ട് ചെന്ന് ചെയ്യുന്ന പരിപാടി എന്താണ്? ഞാനത് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. ആലലിയ ഒരു മെഗാ കൺവെൻഷൻ ക്രൂസൈഡ് ചെല്ലുന്നതിനുണ്ട് വിളിച്ചു പറയുക, ഒരു നല്ല കൺവെൻഷൻ, നല്ലൊരു ക്രൂസൈഡ് നിർമ്മിക്കണം. 3-4 ലക്ഷവും മുടക്കി അത് ചെയ്യും. എന്നിട്ട് എന്താ പറയുന്നത്? യേശു രക്ഷിക്കുന്നു, യേശു അനുഗ്രഹിക്കുന്നു, യേശു വിടുവിക്കുന്നു. കുഞ്ഞെ, നിന്റെ സഭയ്ക്കകത്ത് വിടുതൽ നടക്കുന്നില്ല. 35 വയസ്സുകാർ നിൽക്കുകയാ, ഭവനമില്ലാത്തവർ നിൽക്കുകയാ. നീ 3 ലക്ഷം രൂപ മുടക്കി ആളെന്തി പുറത്ത് ആ യേശു വിടുവിക്കുന്നു എന്ന് പറയാതെ ആ കുഞ്ഞിന്റെ വിവാഹം നടത്തിക്കൊടുക്ക്, ആ സഹോദരി വീട് വെച്ചു കൊടുക്ക്. ആളുകൾ നീ പ്രസംഗിക്കാതെന്ന ലോകം പറയും. ഭാവിയിൽ ഇതിനകത്ത് കടന്നു നിർത്തുന്നു എന്നവർക്ക് ഒരു മുട്ടുമില്ല. ദൈവം അവരെ അനുഗ്രഹിച്ചു, ദൈവം അവരെ നടത്തുന്നു. എങ്ങനെ നടത്തി? അനുഗ്രഹിക്കപ്പെട്ട നിന്നെ കൊണ്ട് ദൈവം അവരെ നടത്തി. വലിയ ഭവനം ദൈവങ്ങൾക്ക് ദാനമായിട്ടെങ്കിൽ നിന്നെ കൊണ്ട് ഒരു ചെറിയ ഭവനം വെച്ചു കൊടുപ്പിച്ചു. 4, 5, 10, 50 ലക്ഷവും 1 കോടി രൂപയും നടത്തി എല്ലാം ചെലവാക്കി വിവാഹം നടത്തുന്ന അനേകരുണ്ട് പെന്തക്കോസ്തിനകത്ത്. ലക്ഷക്കണക്കിന് രൂപ പൊട്ടിച്ച് വിവാഹം നടത്തുന്ന ആളുടെ കുടുംബങ്ങളോടെന്ന് ദൈവാത്താൽ പറയട്ടെ, ആളുടെ വേണ്ട ഒരു 50,000 രൂപ മുടക്കി നിനക്കൊരു ചെറിയ ഭവനങ്ങൾക്ക് വെച്ച് കൊടുത്ത് ഇതെല്ലാം കാണുന്ന ഒരു സ്വർഗമുണ്ട്. 10-15 കോടി വീട് ആളുകൾ പണം മുടക്കി വീട് വെക്കുന്ന പെന്തക്കോസ്ത് ആളുകൾ ഉന്നതന്മാരുടെ കാലമായത്. അവരുടെ സഭയ്ക്കകത്ത് ഭവനമില്ലാത്തവരുണ്ട്, കാണാൻ കണ്ണില്ല, അവരുടെ നിലവിളി കേൾക്കാൻ ചെവിയില്ല. എന്നാൽ നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കുന്നവരാ. ദൈവത്തിലെ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു സഹോദരനെ കുറിച്ച് പറയുന്നുണ്ട്. അവന്റെ പേര് ബർന്നബാസ് എന്നാണ്. ആ അപ്പോസ്തലന്മാരെ നോക്കപ്പെടുന്ന പേരായിരുന്നു, പക്ഷെ ബർന്നബാസ് എന്ന പേരായിട്ട് മാറ്റി. അവരെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുക. എന്നാൽ ഇവിടെ മക്കളുടെ സഭ കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയെ സംബന്ധിച്ചവർ വളരെ താല്പര്യത്തോടെ പെരുമാറിയതായിട്ട് 8-ാം അധ്യായം പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിന് 7-ാം വാക്യം വളരെ രസകരമാണ്. വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മികച്ചു നിൽക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും നിങ്ങൾ മികച്ചു നിൽക്കുന്നവരാണ്. മക്കളുടെ സഭയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, വിശ്വാസത്തിൽ മാത്രമല്ല നിങ്ങൾ മികച്ചവര്, വചനത്തിൽ മാത്രമല്ല നിങ്ങൾ മികച്ചവര്, പരിജ്ഞാനത്തിൽ മാത്രമല്ല നിങ്ങൾ മികച്ചവര്, പൂർണ്ണ ജാഗ്രതയിൽ മാത്രമല്ല നിങ്ങൾ മികച്ചവര്, ഞങ്ങളോടുള്ള സ്നേഹം കാണിക്കുന്നതിൽ മാത്രമല്ല നിങ്ങൾ മികച്ചവര്, എല്ലാറ്റിലും നിങ്ങൾ മികച്ചു നിൽക്കുന്നത് പോലെ ധർമ്മകാര്യത്തിൽ നിങ്ങൾ മികച്ചു നിൽക്കുന്നവരാണ്. കണ്ടോ? നമുക്ക് ആരാധനയിൽ മികവാണ്, പ്രാർത്ഥനയിൽ മികവാണ്, പ്രസംഗത്തിൽ നമ്മൾ മികവുള്ളവരാണ്. എന്നാൽ ധർമ്മകാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ്? ദൈവത്തിന് ഞാൻ സംസാരിക്കുന്നത് വചനമാണ്. ഇന്ന് പകൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം ദൈവനിശ്വാസ്യമാണ്.
ആ വചനമാണ് പറയുന്നത്, വചനം പോലെ, വിശ്വാസം പോലെ, പരിജ്ഞാനം പോലെ, ജാഗ്രത പോലെ, നിങ്ങളുടെ സ്നേഹം പോലെ ധർമ്മകാര്യത്തിൽ നിങ്ങൾ നിലച്ചു നിൽക്കണം. ഞാൻ വായിച്ചത് 8-ാം അധ്യായം 7-ാം വാക്യമാണ്. മനസ്സിലാക്കുന്ന ഇതിലെ എന്തുകൊണ്ടാണ് നിങ്ങൾ പരിപാലന വരത്തിൽ വരണമെന്ന് പറയുന്നത്? നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് പറയാൻ കാര്യമെന്താ? 9-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിട്ടും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്ന് നാം അനുഭവിക്കുന്ന നന്മയുടെ പിൻപിൽ ആ കാൽവരി ക്രൂശിലെ യാഗമുണ്ടെന്നുള്ള കാര്യം ദൈവമക്കൾ മറന്നു പോകരുത്. ഒരു തുള്ളി വെള്ളം കുടിക്കുവാൻ യാചിച്ച, ക്രൂശിൽ കിടന്ന് യാചിച്ച യേശുവിനെ നിങ്ങൾ മറന്നു പോകരുത്. സകല ലോകത്തിലുള്ള സകല സമുദ്രങ്ങളുടെ മേലും അധികാരമുള്ളവൻ, വെള്ളങ്ങളെ അത് കരങ്ങളിൽ കുമ്പിൽ കോരിയെടുത്തവൻ, അത് പൂഴിമണൽ കൊണ്ട് സമുദ്രത്തിന് അതിരിട്ടവൻ, ഒരു തുള്ളി വെള്ളത്തിൽ അപേക്ഷിക്കുവാൻ കാരണം ആദ്യ നീ നിറഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അവൻ സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിനു വേണ്ടിയാണ് അവൻ എന്ത് ചെയ്തത്? ദൈവവേദനെ അവൻ ദരിദ്രനായി തീർന്നത്. ആ കൃപ നിങ്ങൾ തിരിച്ചറിയണം, ഞാൻ തിരിച്ചറിയണം. അതുകൊണ്ട് അത് 20-ാം വാക്യത്തിൽ ഞങ്ങൾ നടത്തി വരുന്ന ഈ ധർമ്മശേഖര കാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട്, അപ്പോൾ അവിടെ അപ്പോസ്തലന്മാർ പറയാണ്, ഞങ്ങൾ പൗലോസ് പറയാണ്, ഇല്ല, ഈ ദൈവമക്കൾ തരുന്ന ഒരു വിഷയത്തിൽ, സാമ്പത്തിക വിഷയത്തിൽ ആരും ഞങ്ങളെക്കുറിച്ച് അപവാദം പറയുവാൻ തക്കവണ്ണം ഇത് ഞങ്ങളുടെ കാക്കി ഞങ്ങൾ ഒരിക്കലും മാറ്റിയിട്ടില്ല. ഇന്ന് വിശ്വാസികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആരെല്ലാം ചെയ്യുന്ന സമ്പന്നന്മാരുടെ ലിസ്റ്റ് നോക്കിയാൽ എല്ലാം ദൈവദാസന്മാരാണ്. ലോകത്തിലെ സമ്പന്നന്മാരുടെ ലിസ്റ്റ് നോക്കിയാൽ, സഭയിലെ സമ്പന്നന്മാരുടെ ലിസ്റ്റ് നോക്കിയാൽ ദൈവദാസന്മാരാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന സാക്ഷ്യം, ഞാൻ കപ്പലുടമസ്ഥന്റെ മകനായിരുന്നു, കപ്പൽ എനിക്കുണ്ടായിരുന്നു. എന്നാൽ മരണസമയത്ത് പറയുന്നത് ഒരു പുതപ്പൊതി കൊണ്ടുവരണം, ഈ തണുപ്പ് കാലത്ത് ശീതകാലം കഴിക്കുവാൻ എനിക്കൊരു പുതപ്പ് വേണമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു ദൈവദാസനാണ് പൗലോസ്. കപ്പലിൽ തുടങ്ങി പുതപ്പിൽ അവസാനിച്ചു. എന്നാൽ ഇന്നത്തെ ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ തിരിച്ചാണ്, പുതപ്പിൽ തുടങ്ങി അതിന് കപ്പലിൽ അവസാനിക്കുക. അങ്ങനെയുള്ളവരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റുകയില്ല. ഇന്ന് പലരും തെറ്റു ചെയ്യുകയാണ്. അനേകരെ ദൈവത്തെ വിലയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് ശരിയായ കൈകളിൽ എത്തുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ നിന്നുകൊണ്ട് ദൈവരാഷ്ട്രം നിങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ബുദ്ധിമുട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആലരിയ അങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാതെ അത് കൊടുത്തു. പക്ഷേ അതിനേക്കാൾ നല്ലത് നിങ്ങളെ പ്രാർത്ഥിച്ചുവിട്ട നിങ്ങളുടെ മാതൃസഭയിൽ ഒരു വ്യക്തി ക്ഷീണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അവനെ സഹായിക്കുക. പേഴ്സണലായിട്ട് അവന് ഭവനമില്ലെങ്കിൽ ഭവനം വെച്ച് കൊടുക്കുക. അവന്റെ കുഞ്ഞുങ്ങൾ വിവാഹപ്രായത്തില്ലെങ്കിൽ അവിടെ ചെയ്യ്. ഇനി അഥവാ നിങ്ങളുടെ സഭയിൽ അങ്ങനെയുള്ളവരില്ലെങ്കിൽ അടുത്ത സഭകൾ ശ്രദ്ധിക്ക്, ചുറ്റുപാടുള്ള സഭകൾ ശ്രദ്ധിക്ക്. ആ സഭകൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ സഹായിക്ക്. ദൈവങ്ങളെ, അങ്ങനെയാണെങ്കിൽ ആ ചുറ്റുപാടുകളെല്ലാം കർത്താവിനെ അറിയും. അവരുടെ ഇടയിൽ ഒരു ഞെരുക്കവുമില്ല എന്നവർ പറയും. അവിടെയെല്ലാം ദൈവപ്രവർത്തി വെളിപ്പെടും. ആ വാക്കുകൾ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം ദൈവത്തിന്റെ വേദന ആളുകളെ താഴോട്ട് വായിക്കുമ്പോൾ പലപ്പോഴും മത്തായി സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നു, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ പറ്റത്തില്ല, ഒരുപോലെ പിൻപറ്റാൻ പറ്റത്തില്ല. പലർക്കും പണത്തോടാണ് അത്യാർത്ഥി, എല്ലാം എന്റേതാണ്, എനിക്കുള്ളതാണെന്നുള്ള ചിന്ത ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റായ അത് ആ ചിന്തയാണ്. എഫേസ്യ ലേഖനം 5:5, കൊലോസ്യർ 3-ാം അധ്യായം 5-ാം വാക്യം. ഇവിടെയെല്ലാം ദ്രവ്യാഗ്രഹം. ആള് ദ്രവ്യാഗ്രഹത്തെ കുറിച്ച് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു. എന്ന് പറഞ്ഞ് വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം. അപ്പോൾ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയാണ്. അപ്പോൾ പത്തുപേരുകാർ പറയാനോട് ഞങ്ങൾക്ക് വിഗ്രഹമില്ല. ഇതിന് ദ്രവ്യാഗ്രഹമുണ്ടോ? അത് വിഗ്രഹാരാധനയാണ്. 1 കിട്ടുമ്പോൾ 2 വേണം, 2 കിട്ടുമ്പോൾ 4 വേണം, 4 കിട്ടിയാൽ 8 വേണം. ഇങ്ങനെ ആളിന് കിട്ടണം എന്നുള്ള ചിന്തയാണെങ്കിൽ നീ നമ്പർ 1 ദ്രവ്യാഗ്രഹിയാണ്. ദ്രവ്യാഗ്രഹി അവൻ വിഗ്രഹാരാധനക്കാരനാണ്. അങ്ങനെയുള്ളവൻ സ്വർഗത്തിന്റെ പരിവാദത്തിൽ കയറുകയില്ലെന്നാണ് എഫേസ്യ ലേഖനം 5:5, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. 1 യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കണമേ.
16-ാം വാക്യം, അവൻ നമുക്ക് വേണ്ടി തന്റെ ജീവനെ അർപ്പിച്ചതിനാൽ നാം സ്നേഹമെന്ന് അറിഞ്ഞിരിക്കുന്നു, നാമും സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കേണ്ടതാകുന്നു. അടുത്ത വാക്ക്, എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സിൽ കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, ഞാൻ വിളിച്ചതല്ല, അടുത്ത വാക്യമാ. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയാലും സത്യത്താലും തന്നെ സ്നേഹിക്കുക. കണ്ടത്? എന്നിട്ട് ആരെ പറഞ്ഞു? അവന്റെ കൽപ്പനകൾ നാം പ്രമാണിച്ച്. എന്താ കൽപ്പന? ഈ പേരിൽ പറഞ്ഞത് സഹോദരനെ സ്നേഹിക്കുക. വസ്തുവകയുണ്ടെങ്കിൽ സഹോദരന് ബുദ്ധിമുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സിൽ കാണിക്കുക. ഇതാണ് അവന്റെ കൽപ്പന. അവന്റെ കൽപ്പനകൾ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഇതാണ് പ്രസാദം. ദൈവത്തെ ഉച്ചത്തിൽ ആരാധിക്കുന്നത് മാത്രമല്ല പ്രസാദം, പ്രസംഗിക്കുന്നത് മാത്രമല്ല പ്രസാദം. മുട്ടുള്ളവന്റെ മുട്ട് തീർക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവൻ അതിനാൽ അവന്റെ കൽപ്പനകൾ നാം പ്രമാണിച്ച്. 22-ാം വാക്യം, 1 യോഹന്നാൻ 3:22, അവന്റെ കൽപ്പനകൾ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവനിൽ നിന്ന് ലഭിക്കും. നീ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടാത്തതിന്റെ കാര്യം പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല, ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവവിധരെ നമ്മുടെ പ്രാർത്ഥനയൊന്ന് മാറ്റിവെച്ചാട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മളൊന്ന് പ്രമാണിച്ചാട്ടെ, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളൊന്ന് ചൊല്ലിച്ചാട്ടെ. എന്നിട്ട് പഴയകാലം നടക്കുന്നത് പ്രാർത്ഥിച്ചാൽ ദൈവം പറഞ്ഞ വാക്കിന് മാറ്റമില്ല. നീ എന്ത് യാചിച്ചാലും അത് കിട്ടും. തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവിധരെ, ഷെയറിംഗ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ഷെയറിംഗ് എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഞാനും നിങ്ങൾ ഇപ്പോൾ ഈ ദൈവത്തെ ആരാധിക്കുന്നത്. കാരണം പിതാവ് ആ സ്വഭാവം കാണിച്ചു പുത്രനെ നമുക്ക് വേണ്ടി തന്നു. ഷെയറിംഗ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും ഹല്ലേലൂയ അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ കാണുന്നതിലെ അവർ ഒന്നും തന്താങ്ങളുടേതാണെന്ന് ചിന്തിച്ചില്ല എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. തനിക്കുള്ളതെല്ലാം തനിക്കുള്ളതാണ്, തന്താങ്ങളുടേതാണെന്ന് ചിന്തിച്ചില്ല. ഇന്ന് പകൽക്കാലം അത് വലിയൊരു വിഷയമാണ്. അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ചു അവർ തനിങ്ങൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞിരിക്കുക. അല്ലാതെ മുട്ടുള്ളവന്റെ മുട്ടവർ തീർക്കുകയായിരുന്നു ചെയ്തത്. അവിടെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ കണ്ടു. മഹാശക്തിയോടെ യേശുവിന് പുനരുത്ഥാനത്തിൽ സാക്ഷ്യം പറഞ്ഞു. എല്ലാവർക്കും ധാരാളം ക്രമിച്ചു, ജനിക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ദൈവത്തിൽ അവിടെ കൊടുത്തിരിക്കുന്ന വാക്കേട്ടോ, തനിക്കുള്ളതൊന്നും സ്വന്തമെന്നാരും പറഞ്ഞില്ല, തനിക്കുള്ളതൊന്നും സ്വന്തമെന്നാരും പറഞ്ഞില്ല. ഇന്ന് പകൽക്കാലം നമ്മൾ പറയാറുണ്ട്, ഇനി ഞങ്ങൾക്കുള്ളവരല്ല, താങ്കൾക്കുള്ളവരല്ല, ദൈവത്തിനുള്ളതെന്ന് വാക്കു പറയും. പക്ഷേ അത് നമ്മുടെ ഏതെങ്കിലും വിട്ടുകൊടുക്കണമെന്ന് ചിന്ത വരുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ചിന്തിച്ചാട്ടെ. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. യെരൂശലേമിൽ നിന്ന് എരിഹോവിലോട്ട് പോയൊരു മനുഷ്യൻ, അല്ലെങ്കിൽ അവന്റെ കയ്യിൽ പണസഞ്ചി ഉണ്ടായിരുന്നു, നല്ല വസ്ത്രമുണ്ടായിരുന്നു. അവൻ പോയ പോക്കിൽ വഴിയിൽ പതിയിരിക്കുന്ന കള്ളന്മാർ അവനെ പിടിച്ച് താടിയിൽ ഉപദ്രവിച്ചവന്റെ നന്മയെടുത്തവന്റെ വസ്ത്രം ഊരിയെടുത്തവനെ മുറിവേൽപ്പിച്ച് തെച്ചുപോയി. അല്ലെങ്കിൽ അവന്റെ സ്വഭാവം നിങ്ങൾ നോക്കിയാട്ടെ. വഴിയിൽ പതിയിരുന്നു കൊണ്ട് മറ്റുള്ളവന്റെ നന്മയെ പിടിച്ചു പറിച്ച് അവനെ ഉപദ്രവിച്ചവന്റെ സ്വഭാവം നിനക്കുള്ളതെല്ലാം എനിക്കുള്ളതെന്നുള്ളതാ. അവന്റെ സ്വഭാവം ഇതാണ്, നിനക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ്. ഞാനത് എങ്ങനെയെങ്കിലും നേടും. ദൈവത്തിൽ ഇങ്ങനെയുള്ളവരെന്ന് ദൈവസഭയ്ക്കകത്തുണ്ട്. നിനക്കുള്ളതെല്ലാം ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ എന്റേതാക്കും, നിനക്കുള്ളത് എന്റേതാക്കുമെന്നുള്ള ചിന്തയുള്ളവരെന്ന് ദൈവസഭയ്ക്കകത്തുണ്ട്. ഭയങ്കര അന്യവാദം പറയുന്നവരുണ്ട്. മറ്റുള്ളവന്റെ നന്മയിൽ സന്തോഷിക്കുവാൻ കഴിയാതെ അവന്റെ നന്മയെ തകർക്കുന്ന ശക്തിയിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികൾ ദൈവസഭയ്ക്കകത്ത് വ്യാപരിക്കുന്നുണ്ട്. ദൈവദാസന്മാരുടെ ശുശ്രൂഷയെ തകർക്കുന്ന, ദൈവമക്കളുടെ അനുഗ്രഹത്തെ തകർക്കുന്ന, അവരുടെ സന്തോഷത്തെ തകർക്കുന്ന, സ്വസ്ഥതയെ തകർക്കുന്ന ശക്തികൾ ഇന്നുമുണ്ട്. ഇവിടെ ഇതാ വഴിയിൽ പതിയിരിക്കുകയാണ്. അവര് സന്തോഷത്തോടെ ആ യെരൂശലേമിൽ നിന്ന് നന്മയുമായിട്ട്, പണസഞ്ചിയുമായിട്ട്, നല്ല വസ്ത്രവുമായിട്ട് താഴോട്ട് ഇറങ്ങിപ്പോകുമ്പോ വഴിയിൽ പതിയിരുന്നുകൊണ്ട് ചാടി ആൾ പിടിക്കുകയാണ് അവനെ. അവന്റെ പണസഞ്ചി പിടിച്ചു പറിച്ചിട്ട് അവനെ അടിച്ച് അവന്റെ വസ്ത്രമൂരി മുറിവേൽപ്പിക്കുകയാണ്. കണ്ടോ? നിനക്കുള്ളതെല്ലാം എന്റേതാണെന്ന് അവന്റെ ചിന്ത. ഈ ചിന്തക്കകത്ത് നമ്മൾ വരുമോ? മറ്റുള്ളവന്റെ നന്മയിൽ സന്തോഷിക്കാൻ കഴിയാതെ അവൻ സന്തോഷിക്കുന്ന ചിന്ത നമ്മുടെ മേൽ വരുന്നുണ്ടോ? അവന്റെ അനുഗ്രഹത്തിൽ നമുക്ക് അസൂയ വരുന്നുണ്ടോ? അവനെ അപവാദം പറഞ്ഞ് നശിപ്പിക്കണമെന്നുള്ള ആ ഒരു പൈശാചിക ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുന്നുണ്ടോ? ഇവിടെ ഇതാ കാണുന്നത്, അത് നിന്റേതല്ല എന്റേതാക്കുന്ന ഒരു ഗ്രൂപ്പ്.
അങ്ങനെ അവൻ മുറിവെച്ച് കിടക്കുമ്പോൾ നോക്കിയാട്ടെ പുരോഹിതൻ താഴോട്ട് ഇറങ്ങി വരുന്നു. വസ്ത്രമൊക്കെ ഉണ്ട്, കണ്ടാൽ തന്നെ അറിയാം പുരോഹിതൻ. ലേവ്യനും പുറകിലുണ്ട്. അവര് വന്നു. അതിൽ വസ്ത്രമില്ലാതെ പണസഞ്ചിയില്ലാതെ എല്ലാം തകർന്നു കിടക്കുന്ന ഈ മനുഷ്യനെ, ക്ഷീണിച്ചു കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് കാണാത്തതുപോലെ പോയി എന്ന പുസ്തകം പറയുന്നത്. കണ്ടിട്ട് കാണാത്തതുപോലെ പോയി. ആ വന്ന പുരോഹിതന്റെയും ലേവ്യന്റെയും സ്വഭാവം എന്താണ്? അവന്റെ കയ്യിൽ, ഒരു യഹൂദന്റെ കയ്യിൽ എപ്പോഴും കഴിഞ്ഞ നമ്മൾ കേട്ടു, ഒരു യഹൂദന്റെ കയ്യിൽ എപ്പോഴും എണ്ണയുണ്ടായിരിക്കും. നോക്കിയിട്ട് അവിടെ ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടവർ അവന്റെ കയ്യിലുണ്ട് എണ്ണയും വീഞ്ഞുമൊക്കെ. നന്മകൾ അവന്റെ കയ്യിലുണ്ട്, പുരോഹിതന്റെ കയ്യിലുണ്ട്, ലേവ്യന്റെ കയ്യിലുണ്ട്. പക്ഷേ അവനത് കൊടുത്തില്ല. അവന്റെ കയ്യിൽ വസ്ത്രമുണ്ട്, ആ വസ്ത്രം അവനെ ഒഴിപ്പിച്ചില്ല. എണ്ണ ഒഴിച്ചു കൊടുത്തില്ല, വീഞ്ഞു കൊടുത്തില്ല. എന്താ കാര്യം? അവരുടെ ഒരു മനോഭാവം എന്താ? ഇല്ല, എന്റേതെല്ലാം എനിക്കുള്ളതാണ്, അത് മറ്റാർക്കുള്ളതല്ല. ഞാൻ പങ്കുവെക്കുവാൻ തയ്യാറുള്ളതല്ല. എനിക്ക് പങ്കുവെക്കുവാൻ താല്പര്യമില്ല. എനിക്ക് ദൈവം തന്നെല്ലാം എന്റേതാണ്. അവനും വന്നത് യെരൂശലേമിൽ നിന്നാണ്, പുരോഹിതനും ലേവ്യനും വന്നത് യെരൂശലേമിൽ നിന്നാണ്. എന്റേതെല്ലാം എനിക്കാണ്, പ്രാപിച്ചതെല്ലാം അവിടെ നിന്നാണ്. പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, പങ്കുവെക്കാൻ തയ്യാറല്ല. ഒരു ഗ്രൂപ്പ് പിടിച്ചു പറിക്കുന്ന ഇന്ത്യയിലെല്ലാം എന്റേതാക്കുമെന്ന് പറയുന്ന ഗ്രൂപ്പാണെങ്കിൽ, രണ്ടാമത്തേത് എന്റേതെല്ലാം എനിക്ക് ദൈവം തന്നതാ, എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ളതാ, എന്റെ കുടുംബത്തിന് വേണ്ടിയുള്ളതാ, അത് പങ്കുവെക്കാൻ എനിക്ക് മനസ്സില്ല. ഇന്ന് പകൽ ആയിരക്കണക്കിന് വിശ്വാസികൾ ഇങ്ങനെയുള്ളവരുണ്ട്, ദൈവദാസന്മാർ ഇങ്ങനെയുള്ളവരുണ്ട്. വീടിനകത്ത് വീട് പണിഞ്ഞു കൂട്ടുന്നവര്, കാറിന്റെ മേൽ കാറ് വാങ്ങി കൂട്ടുന്നവര്, വസ്തുക്കളുടെ മേൽ വസ്തു വാങ്ങിച്ചു കൂട്ടുന്നവര്. ഓർക്കുക, ഒരൊറ്റ സെക്കൻഡ് മതി ഇതെല്ലാം മാറ്റിമറിക്കുവാൻ. അതല്ല, കർത്താവിന്റെ വരവ് ജോലി നേരത്ത് സംഭവിക്കുമ്പോൾ നീ ഇവിടെ നിനക്കുള്ളെന്ന് പറഞ്ഞതെല്ലാം ഇട്ടേച്ചു പോകുന്നതായ ഒരു വിഷയം വരും. തിരിച്ചറിയുക. ആ പുരോഹിതനെ കണ്ടോ? കൊടുക്കേണ്ടവനാണവൻ, ഇടിവ് നിൽക്കേണ്ടവനാണവൻ. ലേവ്യൻ സ്വന്തം സഹോദരനാണ് കിടക്കുന്നത്, കൊടുക്കേണ്ടതാണ്, പക്ഷെ കൊടുത്തില്ല. ദൈവത്തിലെ എനിക്കുള്ളതെല്ലാം എന്റേതാണെന്ന് പറയുന്ന ഗ്രൂപ്പാണത്. എന്നാൽ മൂന്നാമത് ഇതാ അതുവഴി നല്ല സമരിയക്കാരൻ വരികയാണ്. നല്ല സമരിയക്കാരൻ വരുന്നു, കഴുതപ്പുറത്ത് വരികയാ. അവനും കണ്ടു ഈ മനുഷ്യനെ, കണ്ടിട്ട് കാണാത്തതുപോലെ പോയില്ല. അവൻ ആ കഴുതപ്പുറത്ത് നിറങ്ങി അവനെ വാരിയെടുത്ത് മടിയിൽ കിടത്തി. മുസലമനവനെ വാരിയെടുത്ത് മടിയിൽ കിടത്തി. മുറിവെച്ചവനെ, അഴുക്ക് വരുന്നവനെ വാരിയെടുത്ത് മടിയിൽ കിടത്തി. അവന്റെ മുറിവുകളെ കഴുകി. അവന്റെ കയ്യിൽ അവനായി കൊണ്ടുവന്നിരുന്ന എണ്ണയെടുത്ത് ആ മുറിവുകളിൽ മേൽ ഒഴിച്ചു കെട്ടി. അവൻ കൊണ്ടുവന്ന അവന്റെ വീഞ്ഞ് അവൻ പകർന്നു കൊടുത്തവനെ ബലപ്പെടുത്തി. അവൻ മൃഗമായി കൊണ്ടുവന്ന ആ കഴുതയുടെ മേൽ ഇവനെ എടുത്ത് കിടത്തി അവനെ അടുത്ത സത്രത്തിൽ കൊണ്ടുവന്നു. ഒരു രാത്രി അവന്റെ കൂടെ കഴിച്ചു. സത്രമുടമസ്ഥന്റെ അടുക്കൽ, നോക്കുന്നവന്റെ അടുക്കൽ അത് പണം കൊടുത്തിട്ട് പറഞ്ഞു, പോരാഞ്ഞാൽ മടങ്ങി വരുമ്പോൾ ഞാൻ തരാം. ദൈവത്തിലെ ആ മൂന്നാമത്തെ നല്ല സമരക്കാരന്റെ സ്വഭാവം എന്താണ്? എന്റേതൊന്നും എന്റേതല്ല, എനിക്ക് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുവാനാണ്. ദൈവം എനിക്ക് തന്ന നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുവാനാണ്. ദൈവം എന്നെ അനുഗ്രഹിച്ചത് മറ്റുള്ളവർ അനുഗ്രഹമായി മാറേണ്ടതിനായിട്ടാണ്. ഇന്ന് പകൽക്കാലം ആളുകളിയ 5ാമത്തെ യെരൂശലേം സഭയുടെ പ്രത്യേകത, ഇറ്റ്സ് എ പ്രൊവൈഡിംഗ് ചർച്ച്. ഞാനിവിടെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോയില്ല. 6ാമത്തെ അടുത്ത സഭ ചിന്തിക്കുന്നത് ഇറ്റ്സ് എ പ്യൂർ ചർച്ച്, വിശുദ്ധിയുള്ള സഭയായിരുന്നു. 6ാമത്തേത് വിശുദ്ധിയുള്ള സഭ, ഇറ്റ്സ് എ പ്യൂർ ചർച്ച്, വിശുദ്ധി സഭ, വിശുദ്ധ സഭ. എന്നതിലടക്കം പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നമ്മളെ തന്നെ ശോധന ചെയ്താട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവരാണോ? എല്ലാവർക്കും പറയാൻ കഴിയും, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച. ദൈവത്തിൽ നിന്ന് പ്രാപിക്കാത്തതൊന്നും ദൈവം തന്നതല്ല, അതൊന്നുമില്ല. ദൈവം തന്നതല്ല, അതൊന്നുമില്ല. പറയുന്ന ദൈവങ്ങളെ ശ്രദ്ധിച്ചു പറ. ദൈവം തന്നതല്ല ഒന്നുമില്ലെങ്കിൽ ദൈവം അത് മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കാൻ തന്നതാണ്. പത്രോസേ, നിന്റെ പടകിൽ യേശു കയറി, യേശു ആ ഭാഗത്തേക്ക് വല വീശാൻ പറഞ്ഞ് ആ വല വീശിയപ്പോൾ പടകിന് വലയ്ക്കകത്ത് നിറച്ച് മത്സ്യം വന്നെങ്കിൽ അത് നിന്റെ പടക് മാത്രം എന്നറിയാനല്ല, നിന്നെപ്പോലെ ശൂന്യത അനുഭവിക്കുന്ന പടക് നിന്റെ കണ്ണിൽപ്പെടണം. നിന്നെപ്പോലെ ശൂന്യത അനുഭവിച്ച് കഴിഞ്ഞ രാത്രിയോട് അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത ഭവനം, ഒന്നും കിട്ടാത്ത പടക് നിന്റെ കൺമുമ്പിലുണ്ടോ? ഉണ്ടെങ്കിൽ നീ അവനെ ഇങ്ങനെ വിളിച്ച് ഈ വല വലിച്ചു കയറ്റും. കാരണം ഇത് നിനക്ക് ഫ്രീ ആയിട്ട് ദൈവം തന്നതാ. അവന്റെ പടകുകൾ നിറച്ചു എന്ന പുസ്തകം പറയുന്നത്, 2 പടകുകളും നിറച്ചു. ഇന്ന് പകൽ ദൈവത്തിലെ അതാണ് ദൈവപ്രവൃത്തി, അതാണ് വചനമുള്ളവന്റെ പ്രവൃത്തി. ഇന്ന് പകൽ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യും. ഒത്തിരി പാട്ടുപാടി, ഒത്തിരി ആരാധിച്ചു, ഒത്തിരി പ്രസംഗിച്ചു, ഒത്തിരി എന്റെ ഭാഷ പറഞ്ഞു, നല്ല കാര്യം ചെയ്യണം. പക്ഷേ ആളുകൾ സഹോദരനെ തിരിച്ചറിയാൻ കഴിയാത്ത നിനക്ക് ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും എന്ന് ചോദിക്കുന്നത് ദൈവമാണ്. പരിശുദ്ധ പിതാവേ,
ഞങ്ങളെ തന്നെ ദൈവവചന പ്രകാരം ഒന്ന് ക്രമീകരിക്കുവാൻ, ശോധന ചെയ്യുവാൻ, മാനസാന്തരാനുഭവം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ സ്വഭാവത്തിൽ വരുവാൻ, ഞങ്ങളുടെ സ്വഭാവങ്ങൾ മാറുവാൻ ഈ വചന പഠനം ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. കൃപ തിരിച്ചറിയുവാൻ, ഒരു മനസ്സും ഒരു ഹൃദയവും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവപ്രവർത്തി തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പകലെ അനുഗ്രഹിക്കണം, കേൾവിക്കാരെല്ലാം അനുഗ്രഹിക്കണം. ഇന്നത്തെ പകൽ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ സകല മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു കർത്താവേ. അടുത്ത ആഴ്ച കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും കാണുമ്പോൾ കൂടുതൽ സന്തോഷം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വെബ്സൈറ്റുകളിലൂടെ കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാവരും കർത്താവ് ധാരാളമായി അമർത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർ കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കൃപയോട് നിറയ്ക്കണം, മഹത്വം കർത്താവ് എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു.